2023 അവസാനിക്കുമ്പോൾ ബില്യണയർ ഇപ്പോൾ വെറും മില്യണയർ ആയ കഥയാണ് പറയുന്നത്. അതിവേഗമായിരുന്നു ബൈജൂസിന്റെ വളർച്ച. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ സ്റ്റാർട്ടപ്പ് എന്ന പട്ടം, ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിക്കോൺ കമ്പനി, പ്രതാപകാലത്ത് ഏറ്റെടുത്തത് 10ലേറെ കമ്പനികളെ. പക്ഷെ മുന്നേറിയതിനേക്കാൾ വേഗമായിരുന്നു ബൈജൂസിന്റെ വീഴ്ചയ്ക്ക്. പക്ഷെ അതിവേഗമാണ് കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞത്. 2022 ജൂലൈയിൽ $360 കോടി ആയിരുന്നു പ്രമുഖ എഡ്ടെക് സ്ഥാപനമായ ബൈജൂസിന്റെ സ്ഥാപകനും മലയാളിയുമായ ബൈജു രവീന്ദ്രന്റെ ആസ്തി എന്ന് പറയുന്നത്. അതായത് ഏകദേശം 30,000 കോടി രൂപ. 2020-ലാണ് ഫോർബ്സിന്റെ ലോക ശതകോടീശ്വര പട്ടികയിൽ ബൈജു രവീന്ദ്രൻ ആദ്യമായി ഇടം പിടിച്ചത്. $360 കോടി ഉണ്ടായിരുന്ന ആസ്തി ഇപ്പോൾ വെറും $10 കോടി ആണ്. ജീവനക്കാരെ വെട്ടിക്കുറച്ചും ചെലവ് ചുരുക്കിയും ഉപസ്ഥാപനങ്ങളെ വിറ്റഴിച്ചും കടം വീട്ടാനും സാമ്പത്തിക പ്രതിസന്ധി അകറ്റാനുമുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബൈജൂസ്.